നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നടനും മക്കൾ നീതിമയം നേതാവുമായ കമൽഹാസൻ രാജ്യസഭയിലേക്ക്. കമൽഹാസനെ പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി മക്കൾ നീതിമയം പ്രഖ്യാപിച്ചു. DMK പിന്തുണയോടെയാണ് കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുക. രാജ്യസഭയിൽ ഒഴിവ് വന്ന 8 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂൺ 19-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. അന്ന് തന്നെയായിരിക്കും വോട്ടെണ്ണലും നടക്കുക. തമിഴ്നാട്ടിലെ 6 സീറ്റുകളിൽ 4 എണ്ണം DMK നേതൃത്വം നൽകുന്ന മുന്നണിക്കായിരിക്കും ലഭിക്കുക. ഇതിൽ 1 സീറ്റിലേക്കാണ് കമൽഹാസൻ എത്തുക. സ്വന്തം പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള കമൽഹാസന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ് ഈ രാജ്യസഭാ പ്രവേശനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോയമ്പത്തൂരിൽ നിന്ന് മക്കൾ നീതിമയം സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്ന കമൽഹാസൻ പിന്നീട് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. തുടർന്ന് ഇന്ത്യ മുന്നണിക്കായി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പ്രചാരണം നടത്തി. മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതിനായി 2025 ജൂണിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ 1 കമൽഹാസന്റെ പാർട്ടിക്ക് നൽകാമെന്ന് ധാരണയായിരുന്നു. ഫെബ്രുവരിയിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഇത് സംബന്ധിച്ച മുന്നണിയുടെ തീരുമാനം കമൽഹാസനെ നേരിട്ടെത്തി അറിയിക്കുകയും ചെയ്തിരുന്നു. രാജ്യസഭാംഗങ്ങളായ അൻപുമണി രാമദാസ്, N ചന്ദ്രശേഖരൻ, M ഷൺമുഖം, M മുഹമ്മദ് അബ്ദുള്ള, V വിൽസൺ, വൈകോ എന്നിവരുടെ കാലാവധിയാണ് ജൂണിൽ അവസാനിക്കുന്നത്. DMK മുന്നണിയിൽ 2 സീറ്റ് DMKയ്ക്കും ഓരോ സീറ്റ് വീതം MNM-നും MDMKയ്ക്കുമാണ് ലഭിക്കുക. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ 34 വോട്ടുകളാണ് ഒരു രാജ്യസഭാംഗത്തിന് ജയിക്കാനായി വേണ്ടത്. ഇതുപ്രകാരം 159 നിയമസഭാ സീറ്റുകളുള്ള DMKയ്ക്ക് 4 അംഗങ്ങളെ വിജയിപ്പിക്കാനാകും. 62 അംഗങ്ങളുള്ള AIADMK NDA സഖ്യത്തിന് 2 പേരെ രാജ്യസഭയിലേക്ക് വിജയിപ്പിക്കാനും കഴിയും.